ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇന്നലെ ജാസ്മിന് ഈ കൺഫെഷൻ റൂമിൽ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ നിന്നൊരു ലെറ്റർ കിട്ടുന്നു. ആ ലെറ്റർ ജാസ്മിൻ എടുത്ത് വായിച്ചു നോക്കുന്നു. അതിനുശേഷം ജാസ്മിൻ തന്റെ മൈക്കിനകത്ത് ആ കവറിനകത്തിട്ട് മടക്കി വയ്ക്കുന്നു. എന്താണ് ആ ലെറ്ററിലുള്ളതെന്ന് ഒരു പിടുത്തവുമില്ല. എന്തിനാണ് ജാസ്മിനെ ആ ലെറ്റർ കൊടുത്തതെന്നോ ഇനി അവളുടെ വാപ്പയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ട് ഇപ്പം നമുക്ക് പുറത്തു വരുന്ന ഒരു സംഭവം, നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു സംഭവം, ഈ ജാസ്മിൻ കുറച്ച് ദിവസമായിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന ഡ്രസ്സുകൾ വരുന്നില്ല, ബാക്കി എല്ലാവരെയും ഡ്രസ്സ് വന്നു, തൻ്റെ ഡ്രസ്സ് വരുന്നില്ല എന്നുള്ളൊരു പരാതി അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളെ ബിഗ് ബോസിനടുത്ത് ആരായുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ മറുപടിയായിട്ട് ബിഗ് ബോസ് കൊടുത്തതാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് 3 ദിവസത്തിനകം ഈ താങ്കളുടെ ലെറ്റർ വരും എന്നുള്ള ഒരു അറിയിപ്പാണ്, പിന്നീട് താങ്കളുടെ തുണികൾ വരും എന്നുള്ള അല്ലെങ്കിൽ ഡ്രസ്സുകൾ വരും എന്നുള്ള അറിയിപ്പാണ് ലെറ്റർ വഴി കൊടുത്തതെന്ന് അറിയുന്നു. എന്തുകൊണ്ട് ലെറ്റർ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ജാസ്മിന്റെ കുടുംബം അവര് സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ അടുത്ത് അഗെയിൻസ്റ്റഡ് ആണ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ഈ ഡ്രസ്സുകളൊക്കെ ഇവളിവിടെ സെറ്റാക്കി വെച്ചിട്ട് പോയത് അഫ്സലിന്റെ അടുത്താണ്. അഫ്സലാണ് ഇവൾക്ക് ഈ ഡ്രസ്സുകളൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ട് പോയത്. അപ്പോൾ ഇവൾ ഈ കാണിക്കുന്ന ആ പേക്കുത്തുകൾ കണ്ട് അഫ്സലിനും ഈ പറഞ്ഞതുപോലെ ഡ്രസ്സുകൾ അയച്ചു കൊടുക്കുന്നതിന് താല്പര്യമില്ല. അതാണല്ലോ മെയിൻ വിഷയം. അങ്ങനെ ഏഷ്യാനെറ്റ് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പയും ഉമ്മയും കോണ്ടാക്ട് ചെയ്യുന്നു. അതിനുശേഷം അഫ്സലുമായി കോണ്ടാക്ട് ചെയ്തു. ഇപ്പം അഫ്സൽ പിന്നെ എന്താ ആയിക്കോട്ടെ എന്ന് കരുതി ഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഏതോ ഈ എറണാകുളത്തുള്ള ഏതോ ഒരു കടയിൽ നിന്നാണ് ഈ ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നത്. അവിടെ അഫ്സൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു 3 ദിവസത്തിനകം പിന്നീട് ജാസ്മിന് അവളുടെ ഡ്രസ്സുകൾ കിട്ടുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആ ലെറ്ററിന്റെ പിന്നീട് ലെറ്ററിൽ എഴുതിയിരുന്നത് ഇതാണ്, ഡ്രസ്സിനെ പറ്റിയുള്ള സംഭവമാണ് അതിനകത്ത് എഴുതിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിന് എന്തിനാ അവളെ ഇങ്ങനെ മടക്കി എടുത്ത് അതിനകത്ത് വെച്ചു എന്നുള്ളതിന് വളരെ വ്യക്തതയില്ല. പക്ഷെ നമുക്കറിയാൻ കഴിയുന്ന ഡ്രസ്സുമായി ബന്ധപ്പെട്ട സംഭവമാണ്.